മാഡം, എന്താണ് ഈ എം ആർ അജിത് കുമാറുമായി ബന്ധപ്പെട്ട സോളാർ കേസിൽ താങ്കൾക്ക് പറയാനുള്ളത്? പി വി അൻവർ പറയുന്നത് ഈ സോളാർ കേസ് പൂർണ്ണമായും അട്ടിമറിച്ചതിന് പിന്നിൽ എം ആർ അജിത് കുമാർ ആണ് എന്നുള്ളതാണ്. അതിൽ വാസ്തവമുണ്ടോ മാഡം? സോളാർ കേസ് അട്ടിമറിച്ചതിൽ ഒരാൾ എന്ന് വേണമെങ്കിൽ പറയാം. ഒരാൾ മാത്രമായി ചേർന്നൊന്നുമല്ല, ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ അന്ന് അട്ടിമറിച്ചിരുന്നു. അത് ഞാൻ പല പ്രാവശ്യമായിട്ട് പലയിടത്ത് ഗ്രീനസ് പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പം ഞാൻ ഹോസ്പിറ്റലാണ്, ശരിക്കും ഞാൻ വാർത്ത കണ്ടിട്ടില്ല. എന്താണെന്നൊന്ന് പറയാൻ പറ്റുമോ? അതായത് എം ആർ അജിത് കുമാർ ഇടപെട്ട് പല ഇടപെടലുകളും നടത്തി. അതിന്റെ ശബ്ദ സംപ്രേഷണം അദ്ദേഹം ഒരു സംസ്ഥാനത്തെ മറ്റൊരു ഉന്നതനായ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ അത് ബോധ്യപ്പെടുത്തി. അതിന്റെ ശബ്ദം കൂടി കേട്ടിരുന്നു. കാരണം എം ആർ അജിത് കുമാർ ഇടപെട്ട് പലതരത്തിലുള്ള അന്നത്തെ ഭരണകക്ഷി നേതാക്കളെ അടക്കം രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തി. അന്നും പോലീസിൽ അദ്ദേഹത്തിന് ചില സ്ഥാനങ്ങളും ചില മെച്ചപ്പെട്ട കാര്യങ്ങളും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് കിട്ടി എന്നുള്ളതാണ്. അത് അദ്ദേഹം പറഞ്ഞു വെക്കുകയായിരുന്നു. പോലീസിലുള്ള ആളുകൾ തന്നെയാണ് തന്നെ ഈ വിഷയം അറിയിച്ചത് എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുകയാണ്. ഞാന് ഈ സോളാർ കേസ് അട്ടിമറിച്ചതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ IPS തലത്തിലുള്ളതും CBIയിലെ ചില ഉദ്യോഗസ്ഥർക്കെതിരെ ഞാൻ സെൻട്രൽ വിജിലൻസ് കമ്മീഷനിൽ പെറ്റീഷൻ മൂവ് ചെയ്തിരുന്നു. പെറ്റീഷൻ രജിസ്റ്റർ ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും മാറ്റർ ആയിരിക്കും എന്നുള്ളതാണ്. ഞാൻ വാർത്ത കണ്ടിട്ടില്ല ഹോസ്പിറ്റലായതുകൊണ്ട്. എന്നാലും ഈ കേസ് അട്ടിമറിക്കാൻ വേണ്ടി പ്രത്യേകിച്ചും കോൺഗ്രസിലെ 2 പേർക്കെതിരെയുള്ള കേസ് മൊഴികൾ ഒന്ന് വൈരുദ്ധ്യം വരുത്തണമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണെങ്കിൽ ആ രീതിയിൽ ഇടപെട്ടിട്ടുണ്ട്. അത് മാത്രമല്ല, കേസ് ഒഴിവാകുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെതായ രീതിയിൽ പ്രശ്നങ്ങളെല്ലാം തീർത്ത് മുമ്പോട്ട് പോകുവാനുള്ളൊരു സാഹചര്യം കറക്റ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അതൊന്നും പാലിച്ചിട്ടില്ല. ഇനി ഞാൻ അന്വേഷിച്ചിട്ടുള്ളതിൽ അവരൊക്കെ എന്തൊക്കെയാ ചെയ്തിട്ടുള്ളതെന്നുള്ളതിന്റെ ഫുൾ റെക്കോർഡ്സ് ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട്. പങ്കാളിത്തവും കളക്ട് ചെയ്തിട്ടുണ്ടല്ലേ? എന്താണ് സർ? എം ആർ അജിത് കുമാറിന്റെ പങ്കാളിത്തം സംബന്ധിച്ചും ചില തെളിവുകൾ താങ്കളുടെ പക്കലുണ്ടല്ലേ? അതെ, എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ. എന്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. മറ്റു ചിലരുമായി ബന്ധപ്പെട്ടും എന്റെ അടുത്ത് അദ്ദേഹത്തിനെതിരായിട്ടുള്ള കേസുകൾ ഉൾപ്പെടെയുള്ള ചില വ്യക്തികൾക്കെതിരായിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് എങ്ങനെയാണ് അന്ന് ഇദ്ദേഹം പോലീസിന്റെ ഈ അന്വേഷണ സംഘവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ആൾക്കാരെ സ്വാധീനിച്ചു എന്നൊക്കെയാണ് പി വി അൻവർ പറയുന്നത്? ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് പുറത്തായിരുന്നല്ലോ. എന്നാൽ ഈ ഇൻവെസ്റ്റിഗേഷൻ ടീമിലെ മെമ്പേഴ്സിനും വളരെ ഉയരത്തിലുള്ള ഒരു പോസ്റ്റിലുമായിരുന്നു. അപ്പോ എന്നെ സംബന്ധിച്ച് ഞാൻ 2011 മുതൽ വളരെയധികം സംസാരിച്ചിട്ടുള്ള ഒരു വ്യക്തിയും കൂടിയാണ് ശ്രീ അജിത് സാർ. അപ്പൊ വിളിക്കുന്ന ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യത്തിനാണോ? അല്ല, കേസുമായി ബന്ധപ്പെട്ട കാര്യത്തിന് മുമ്പേ തന്നെ, അതായത് ടീം സോളാർ ഉണ്ടായിരുന്ന കാലത്ത് അന്നത്തെ കോൾ റെക്കോർഡ്സ് എല്ലാം നിങ്ങളുടെ ഫ്രണ്ടിലുണ്ടല്ലോ. കോൾ റെക്കോർഡ്സ് എല്ലാം പുറത്ത് വന്നതാണല്ലോ. അപ്പൊ അന്നത്തെ കാലത്ത് തന്നെ വളരെയധികം കോൾസ് പുറത്തു വന്നതുമായി ബന്ധപ്പെട്ട് അലിഗേഷൻസ് ഈ സോളാർ കേസ് വന്നപ്പോൾ വന്നതാണ്. അതിനു മുമ്പ് തന്നെ ദിവസവും സംസാരിക്കുന്ന തരത്തിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം പറയുന്നത് ഞാൻ കേൾക്കുമെന്നുള്ളൊരു ധാരണ ചിലപ്പം ഞാൻ പരാതി കൊടുത്ത ആൾക്കാർക്ക് ഉണ്ടായിരുന്നിരിക്കണം. ഈ കേസിൽ നിന്ന് പിന്മാറണമെന്ന് ആവശ്യപ്പെട്ട് താങ്കളെ വിളിച്ചിട്ടുണ്ടോ അജിത് കുമാർ? കേസിൽ നിന്ന് പിന്മാറണമെന്ന് പറഞ്ഞിട്ടുണ്ട്, കേസ് വിഡ്രോ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഞാനത് കേൾക്കാതെ മുമ്പോട്ട് പോകാൻ ഉണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞത്, മറ്റു പലരും ഇങ്ങനെയുള്ള കേസിനകത്ത് ഇടപെട്ട് എന്നെ കൊണ്ട് മൊഴി മാറ്റിക്കാം എന്നൊക്കെ പറഞ്ഞ് ക്യാഷ് കളക്ട് ചെയ്തിട്ടുള്ളതായിട്ടുള്ള ഇൻഫർമേഷനും തെളിവും എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് സെൻട്രൽ വിജിലൻസ് കമ്മീഷനിൽ പെറ്റീഷൻ രജിസ്റ്റർ ചെയ്യേണ്ടി വന്നത്. ശരി, നന്ദി മാഡം. ഏതായാലും ഇതിൽ തെളിവുകൾ കൈവശമുണ്ടായ സോളാർ കേസിലെ ഇര പറയുന്നുണ്ട്. ഒപ്പം ചില വെളിപ്പെടുത്തലുകൾ തന്റെ ഭാഗത്തുനിന്നുണ്ടാകും എന്നും പറഞ്ഞു വെക്കുന്നുണ്ട്. ഏതായാലും അതിനിർണായകമായ ചില കാര്യങ്ങൾ സംഭവിക്കുന്നു സംസ്ഥാനത്ത് എന്നുള്ളതാണ്. നമുക്ക് ഇപ്പോൾ ADGP അജിത് കുമാർ മാധ്യമങ്ങളെ കാണും. വേറെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ?
സാറേ, ആ വ്യക്തിപരമായിട്ടുള്ള ആരോപണങ്ങളുണ്ട്. താങ്കൾ വീട് പണിയുന്നു എന്നതടക്കമുള്ള, കൊട്ടാരം പണിയുന്നു എന്നടക്കമുള്ള ആരോപണങ്ങൾ ഇന്ന് ഉന്നയിക്കുന്നത്. ഇന്നലെ വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചായിരുന്നു. ശരി, വേറെന്താ? മുഖ്യമന്ത്രിയുമായിട്ട് ഇത് സംബന്ധിച്ച് എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടായിരുന്നോ? അദ്ദേഹം പേഴ്സണലി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? വേറെന്താണ്?